റിച്ചി ഹാപ്പി ബർത്ത്ഡേടാ. താങ്ക്സ് ഡാ. അങ്ങനെ ചെക്കൻ പ്രായപൂർത്തിയായി. മോനെ ഇതിന് വേറൊരു സെലിബ്രേഷൻ വേണം കേട്ടോ. മതിയടാ മതി. വാ ഫുഡ് കഴിക്കാം. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയിട്ട് എന്താണ് മക്കളുടെ പരിപാടി? പുതിയ കോളേജൊക്കെ കണ്ടുപിടിച്ചോ? ആ അങ്കിൾ, എന്റെ തലവിധി. സ്കൂളിലാണ് ഇവന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. കോളേജായപ്പോ അതും പൂർത്തിയായി. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് അപ്പന് ജോലി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, അതാ. പുറത്തെന്തോ ഒരു സൗണ്ട്. റിച്ചി, നീ വേറെ ആരെയും വിളിച്ചായിരുന്നു? ഇല്ലപ്പാ, ഞാൻ ആരെയും വിളിച്ചില്ല. എനിക്ക് നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മൈ ബോയ്. താനെന്താ ഇവിടെ? അത് കൊള്ളാം. വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പുതിയൊരു പ്രശ്നത്തിന് ഞങ്ങൾക്ക് തല വെക്കാൻ താല്പര്യമില്ല. സോ ഗെറ്റ് ഔട്ട്. എന്റെ മുഖത്ത് നോക്കി ആരും ഇന്നവരെ ഗെറ്റ് ഔട്ട് പറയാൻ മുതിർന്നിട്ടില്ല. ഓക്കെ, എന്നാ മുഖത്ത് നോക്കുന്നില്ല. ഗെറ്റ് ഔട്ട്. നിനക്ക് കഴുത്തിന് മേലെ തലവേനയിൽ അടങ്ങിയിരിക്കടാ. ആരാ റിച്ചി അത്? നിങ്ങളെന്താ ഇവിടെ? ഹേയ്, ഞാൻ റിച്ചാർഡിനെ കാണാൻ വന്നയാ. ഒരു വിഷ് പറയാൻ, പിന്നെ ഒരു ഗിഫ്റ്റ് ഏൽപ്പിക്കാൻ. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്തേ? ടേക്ക് ദിസ്. ദിസ് ഇസ് മൈ ബർത്ത്ഡേ പ്രസന്റ്. എന്താ ഇത്? മാരേജ് കൺസേൺ ഫോം. എന്ത്? നമ്മൾ മാരേജ് ചെയ്യാൻ പോകുന്നു. വാട്ട്? യെസ്. അതിന് നിന്റെ കൺസേൺ വേണം. എങ്കിലേ പിന്നീട് വിവാഹത്തിന് ശേഷം എനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കൂ. സോ ഇതിലൊരു ഒപ്പിട്. നോ വേ, ഞാൻ ഒപ്പിടില്ല. തന്റെ തലയ്ക്ക് എന്താ ഓളമാണോ? റിച്ചാർഡ്, എനിക്ക് ഒരു കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഐ വാണ്ട് ടു മാരി യു. സോ മാരേജ് ഫിക്സ് ചെയ്തു. നിനക്ക് 18 വയസ്സാകാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് എന്റെ സെക്കൻഡ് ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടെ. എന്റെയോ എന്റെ ഗാർഡിയനായ എന്റെ അപ്പന്റെ സമ്മതം ഇല്ലാതെ താൻ എന്നെ കല്യാണം കഴിക്കുവോ? ഇല്ല. അതുകൊണ്ടാണ് ഈ കൺസേൺ ഫോം. നിന്റെ അപ്പന് ഈ കല്യാണത്തിന് ഓക്കെയാണ്. ഈ കാര്യം ഞാൻ ആദ്യം അറിയിച്ചത് അദ്ദേഹത്തെയാണ്. ഓ മൈ ഗോഡ്, സാറിനെ ബഹുമാനിക്കാനൊക്കെ അറിയോ? അദ്ദേഹം എന്നൊക്കെ പറയുന്നു. അമ്മായിയപ്പനല്ലേ? ഓ, നീ ഇതിന് സമ്മതിച്ചില്ലേ? അറിയാലോ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. ഒന്നുമില്ല, നിന്റെ അപ്പനെയും കൂട്ടുകാരെയും ഞാൻ അങ്ങ് കൊന്നാളെ. എന്തു പറയുന്നു? പിന്നെ ഇനി നമ്മൾ തമ്മി ഒന്നും ഇല്ലാഞ്ഞതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇപ്പൊ ഒരു കാരണമായില്ലേ കല്യാണം കഴിക്കാൻ? യു ബ്ലഡി. അടങ്ങ്. നിനക്ക് ഞാൻ 2 ദിവസം സമയം തരാം. അതിനുള്ളിൽ ഒപ്പിട്ടാ മതി. ദെൻ നമ്മുടെ മാരേജ്. ഓക്കെ? ഈ 2 ദിവസം കഴിഞ്ഞ് നിന്റെ മനസ്സ് മാറിയില്ലേ എനിക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും. അത് നിന്റെ ചുറ്റുമുള്ളവർക്ക് നല്ലതായിരിക്കില്ല. അപ്പൊ ഗുഡ് നൈറ്റ് ഡാർലിംഗ്. അപ്പൻ ഇതിനെപ്പറ്റി അറിയാമായിരുന്നോ? അത് മോനെ, അയാള് അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാനെങ്ങനെ എതിർക്കാനാ? പെർമിഷൻ പോലെ അല്ല അവൻ ചോദിച്ചേ, ഭീഷണിയുടെ സ്വരത്തിലാ. അതുകൊണ്ട് എതിർത്തില്ല. അയാള് നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചു. എന്റെ ലൈഫ് ഇത് എങ്ങോട്ടാ എന്റെ ദൈവമേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളുടെ കണ്ണു വെട്ടിച്ച് ഈ നാട് പോലും വിട്ടുപോകാൻ പറ്റില്ല. മോനെ, ഒരു കണക്കിന് ഇത് നല്ലൊരു കാര്യല്ലേ? അപ്പാ, റിച്ചി, നിന്നെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കാൻ കഴിയുമോന്ന് തന്നെ എനിക്കറിയില്ല. അയാൾ എന്നോട് പറഞ്ഞ് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നാ. അപ്പൊ അതല്ലേ നല്ലേ? അതുകൊണ്ട് അയാൾ നമ്മളോട് ചെയ്തതൊക്കെ ഞാൻ മറക്കണം? നിന്നോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടായിരിക്കും അയാൾ ഇങ്ങനെ ചെയ്യണേ. അതുകൊണ്ട് എനിക്കത്ര പേടി തോന്നുന്നില്ല. അപ്പൻ എന്താ? എന്നോട് അയാൾ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ 18 വർഷത്തെ ജീവിതത്തിൽ എന്നെ ആരെങ്കിലും കരയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടേ അത് അയാൾ മാത്രമാണ്. എന്നിട്ട് ഇഷ്ടം പോലും. ഇതും അയാളുടെ വേറെന്തെങ്കിലും പ്ലാൻ ആയിരിക്കും. എടാ, പുള്ളിയുടെ സ്നേഹപ്രകടനം അങ്ങനെ ആയിരിക്കും. തേങ്ങ കൊല. എടാ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. നീ ഡ്രാമയിലൊക്കെ നിർത്തിക്കേ. നീയൊക്കെ ഡ്രാമയിലും FF-ലും കാണുന്നത്ര രസമൊന്നുമില്ല ജീവിതത്തിൽ. അത് സംഭവിക്കുമ്പോ ഒരാളുടെ ഇഷ്ടമില്ലാണ്ട് ഭീഷണിപ്പെടുത്തി ഒരു കാര്യം ചെയ്യിക്കുന്നത് ശരിയാണോ? ആണോടാ? അതും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഞാൻ കരുതുന്നത് നല്ലൊരു പാർട്ട്ണറുമായുള്ളൊരു ജീവിതമാണ്. അതും അയാൾ എന്നെ ത്രട്ടൻ ചെയ്ത ഇറ്റ്സ് നോട്ട് ലവ്. എടാ, ഇതൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കുന്ന കാര്യല്ലേ. അയാള് മനുഷ്യനാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നൊന്ന് ചിന്തിച്ചാ അയാളെ പ്രൊവോക്ക് ചെയ്തതും നീ തന്നെയല്ലേ? നിങ്ങളല്ല എന്തീ പറഞ്ഞു വരുന്നേ?
ഞാൻ അയാളെ കെട്ടാൻ നിന്ന് കൊടുക്കണമെന്നാണോ? അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോടാ. നോ, ഞാൻ പോലീസിനെ കംപ്ലൈന്റ് ചെയ്യും. അങ്ങോട്ട് ചെന്നേച്ചാലും മതി. അയാളെ ഇപ്പൊ പിടിച്ചകത്തിടും. ഒന്ന് പോയേടാ. അയാളെ പിടിച്ചകത്തിടാനുള്ള ജയിലൊന്നും ഈ നാട്ടിലില്ല. പിന്നെ ഇനി നിനക്ക് പണി കൊടുക്കണേലാണേ അതിന് അയാളുടെ കൂടെ തന്നെ നിൽക്കണതാണ് ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് നീ അയാളെ മാരേജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ ഇവനെ വഴിയാധാരമാക്കാനുള്ള പരിപാടിയൊന്നും പറഞ്ഞു കൊടുക്കാതെ. ഇവൻ പറഞ്ഞതും ശരിയാ. റിച്ചി, ഈ ബോധമില്ലാത്തവൻ അങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് അവസാനം നിനക്കത് കെണിയാവും. ടീക്കോ, എനിക്ക് അയാളെ കണ്ണുവെട്ടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അയാള് ചെയ്തില്ല. എനിക്ക് അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അവസാനം അയാളെ നിന്നെ പഠിപ്പിക്കാതിരുന്നാ കൊള്ളാം. ഹലോ, മൃദുമതിയായൊരു കണ്ണടിപ്പിച്ച് കളയുന്ന പഴമേ ലാവണ്യമേ നിന്റെ വലക്കുരുക്കിൽ വീണു പതിച്ചതല്ലേ ഇല്ലമ്മ പഴമേ ഞാൻ അഴകു അടിമേ ചെല്ലമ്മേ ആപത്താണു വിധി മസ്തിഷ്ക മരണമെന്നാലും. നിനക്കെന്താ ഭ്രാന്താണോ ഒരു ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ? അപ്പൻ ഇതിൽ ഇടപെടണ്ട. വേണ്ട, ഞാനിങ്ങനെ നോക്കി നിന്ന് നിന്നെ സഹായിക്കാം. അവന് 18 വയസ്സായി. സോ വാട്ടോ? എടാ, നിനക്ക് 30 വയസ്സുണ്ട്. നിങ്ങൾ തമ്മിൽ 12 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല ഇവനെ കൊണ്ട്. പോൾ, എന്താ ഇവിടെ ഒരു ബഹളം? ചാച്ച, ഇവന്റെ പോക്കൊട്ട് ശരിയല്ല. അതിനോ ചാച്ച, ഞാൻ പറയുന്നത് നീ ഒന്ന് നിർത്തിക്കേ. എന്താ പ്രശ്നം? അതൊന്നുമില്ല ഗ്രാൻഡ്പാ. ഞാൻ ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞതിന്. അത് നല്ല കാര്യമല്ലേ. ഇത്രയും നാളും അവൻ കല്യാണം കഴിക്കാതിരുന്നതായിരുന്നു നിന്റെ പ്രശ്നം. ഇപ്പൊ അവനായിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞതാണോ നിന്റെ പ്രശ്നം? സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? ചാച്ച, അതല്ല, ഇവൻ കല്യാണം കഴിക്കുന്നത് ആരാന്നൊന്ന് ചോദിക്കേ. ആരാടാ മോനെ? റിച്ചാർഡ് ബെഞ്ചമിൻ. നല്ല പേരാണല്ലോ. പിന്നെ നിനക്കെന്താടാ? ഓ ചാച്ച, അതൊന്നും അല്ല പ്രശ്നം. അവനാകെ 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സില്ലേ? ഓ, ഇങ്ങനെ കൊണ്ട് ചാച്ച, ഞാൻ ഇതിന് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതമൊന്നും വേണ്ട പള്ളിയില്. ചാച്ച, എന്താടാ? അവനൊരു ചെറിയ പയ്യനാ. അതിന് കല്യാണം കഴിഞ്ഞും വളരാലോ. ഞാൻ നിന്റെ അമ്മച്ചിയെ കെട്ടുന്നത് അവളുടെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം കൊല്ലൂന്ന് പറഞ്ഞിട്ടാ. അവളോടുള്ള പ്രേമം കാരണം അങ്ങനെ ചെയ്യും. അല്ലെങ്കിലും കൊലയും കൊണ്ട് നടക്കുന്ന എനിക്ക് അവളുടെ വീട്ടുകാർ കെട്ടിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? എന്നിട്ടെന്തായി? ഞങ്ങള് ബെൽജിയത്തിന് വണ്ടി പിന്നീട് സുഖമായി ജീവിച്ചില്ലേ? ചാച്ച, അത് ചാച്ചന് അമ്മച്ചിയെ ഇഷ്ടമായോണ്ടല്ലേ. പിന്നീട് അമ്മച്ചിക്കും ചാച്ചനെ ഇഷ്ടമായി. അതുകൊണ്ട് സന്തോഷമായി ജീവിച്ചു. അതേപോലെയാണ് ഇവന്റെ കാര്യം. ഇവനെ ആ ചെക്കനെ കണ്ണെടുത്താ കണ്ടൂടാ. ഇവനും അങ്ങനെ തന്നെയാണെന്നാ തോന്നണേ. ഇത് നേരാ എനിക്ക് തോന്നുന്നില്ല. ആണോടാ? അത് ഗ്രാൻഡ്പാ. അവന്റെ കാര്യം വിട്. നിനക്ക് അവനെ ഇഷ്ടമാണോ? എന്താന്ന് അറിഞ്ഞൂടെ ഗ്രാൻഡ്പാ. അവനെ കണ്ടപ്പോ എനിക്ക് സ്പാർക്ക് അടിച്ചു. പിന്നെ അവനെ എന്റെ വഴിക്കാക്കാൻ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നോന്ന്. ഒരു കുറ്റബോധം. ആദ്യമായിട്ടാ ഇങ്ങനൊരു വികാരം എനിക്ക് തോന്നണേ. അതിന് പ്രായച്ചിത്തായി അവനെ അങ്ങ് സ്നേഹിച്ചു കൊല്ലാന്ന് തീരുമാനിച്ചു അല്ലേടാ കൊച്ചർക്ക? അതെ. എടാ മിടുക്കാ. അയ്യേ, തന്തയും കണക്കാ മോനും കണക്കാ. ഡാ പോളെ, നീ ജനിച്ചപ്പോ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അതെനിക്ക് അറിയാലോ ചാച്ച. പിന്നീട് നീ വളർന്നപ്പോ എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. ചാച്ച, അതേടാ, ഇത്രയും നാളും ഞാനൊരു വാഴയ്ക്കാണ് വളമിട്ടുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നിന്റെ അനിയൻ ജനിച്ചു. അവരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവനെ കൊണ്ട് ഒന്നും നടക്കൂലെന്ന്. ഓ ഡാർക്ക്, തന്ത എനിക്കിട്ടും വെച്ച്. അവസാനം എനിക്ക് കിട്ടിയ സമ്പത്താണ് എന്റെ ഈ കൊച്ചുമോൻ. എന്റെ അതേ പകർപ്പ്. അവസാനം എന്തായി? എന്റെ സ്ഥാനം അവൻ തന്നെ ഏറ്റെടുത്തില്ലേ? ഇപ്പൊ ഭംഗിയായി അവനത് കൈകാര്യം ചെയ്യുന്നു. മിടുക്കൻ. അതുകൊണ്ട് എന്റെ കൊച്ചുമോൻ പറയുന്നത് എന്താണേലും ഞാനത് സാധിച്ചു കൊടുക്കും. നിനക്ക് ഇനി അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടാണേലും ഞാൻ നടത്തി തരും നിങ്ങളുടെ കല്യാണം. ഓക്കെ? താങ്ക് യു ഗ്രാൻഡ്പാ. പറഞ്ഞത് കേട്ടില്ലേ? ഇനി അപ്പം ഗാലറി ഇരുന്ന് കളി കണ്ടാ മതി. അധികം തുള്ളണ്ട. കെട്ടിക്കേറി വരുന്നത് ഈ വീട്ടിലോട്ടാണെന്ന് ഓർമ്മ വരണം. നിന്റെ ആന്റിയും മോളും അവനെ കൊല്ലാതിരുന്നോ മതി. ആ പേടി എനിക്കില്ല. ഞാൻ കെട്ടിക്കൊണ്ട് വരുന്നതേ ഒരാറ്റം ബോംബിനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എടിയേ, എന്താ മനുഷ്യ? അവനൊരു ആറ്റം ബോംബിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്തുവാ? അതേടി, ആരോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്താ പറഞ്ഞേ? എന്റെ ഏജ്? അതേടി മോളെ, നിന്റെ ഏജ് കൈവിട്ടു പോയി.
ഞാനിതിന് സമ്മതിക്കില്ല. അങ്ങോട്ട് കേറി കൊടുക്ക. കുടുംബക്കാരിയാണെന്നൊന്നും അവൻ നോക്കൂല. She got beautiful eyes and she's witty. Oh, but right now she's gonna be my sweetie. Oh, my sweetie. Oh, my sweetie. Sweetie. പിന്നെ ഞാനെന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യേണ്ടതൊക്കെ അവൻ ചെയ്തോളൂ. ദി മോളെ, അവനിങ്ങോട്ട് വരട്ടെ, നമുക്ക് അവനെ പേടിപ്പിച്ച് പുറത്താക്കാം. മനസ്സിലായോ? മനസ്സിലായോ ആന്റി? ആന്റി ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാ മതി. തീർച്ചയായും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ചേട്ടനൊന്ന് പോയേ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. നോക്കുന്നതൊക്കെ കൊള്ളാം. അവസാനം ആളിനടുത്ത് പഞ്ഞി കിട്ടിട്ട് എന്നെ വിളിച്ചേക്കല്ലേ. എനിക്കതേ പറയാനുള്ളൂ. നീ എന്താ മരിച്ച വീട്ടിൽ നിൽക്കുന്ന പോലെ? ഒന്ന് ചിരിക്കേ. എനിക്കെല്ലാം ഒരേപോലെ ഇപ്പൊ തോന്നണേ. മതിയുടെ വെള്ളവർക്കിത് ഒന്ന് പോടാ. നിനക്ക് നാണവാ. മിണ്ടാതിരി, മനുഷ്യന്റെ അവറ വിടാനായിട്ട്. താൻ എന്തിനാ എന്റെ അടുത്ത് വന്നിരിക്കണേ? അതിന് ഞാൻ തന്റെ മടിയിലൊന്നും അല്ലല്ലോ ഇരിക്കണേ. താൻ ഏജയുടെ ഫ്രണ്ട് അല്ലേ, അപ്പൊ ഏജയുടെ സൈഡിലിരിക്കെ. ഞാൻ ചെക്കൻ കൂട്ടരാ. ഞാനും ചെക്കൻ കൂട്ടര് തന്നെ. ഓ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ ബ്രോ. ഒരു കൺഫ്യൂഷനും ഇല്ല. നിന്റെ ഈ ഒടുക്കത്തെ നോട്ടം നിർത്തിയാ മതി. അതിന് താൻ എന്റെ മുന്നിൽ പോണം. അതെ, മിനിഞ്ഞാന്ന് പിറന്നാൾ ആഘോഷിച്ച റിച്ചാർഡാണ് ഇന്ന് കല്യാണം കഴിക്കാൻ നിക്കണേ. അതും അവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുമായി. സോ നാളെ എന്താ നടക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വിചാരിക്കാത്ത എന്തും നാളെ സംഭവിക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, ഇല്ലേ പണി കിട്ടും. അത് താൻ പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പൊ നിക്കണ താൻ നാളെ ഡെഡാവില്ലെന്ന് ആര് കണ്ട്? എന്ത്? അതേന്നെ, ഇന്ന് വിളിച്ചോണ്ട് നിക്കണ താൻ നാളെ വടിയാകൂലെന്ന് എന്താ ഇത്ര ഉറപ്പ്? അല്ലേടാ? അതെ. അല്ല, തന്റെ പ്രൊഫഷൻ ഇതായോണ്ട് ചാൻസ് കൂടുതലാ. വേണമെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ എന്താ സംഭവിക്കാന്ന് പോലും നമുക്കറിയൂല. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞേ, അല്ലാതെ തന്നെ പേടിപ്പിച്ചതൊന്നുമല്ല. നിന്റെ ആരോഗ്യത്തിന് നല്ലതായ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? നീ വാ തുറക്കരുത്, അതാണ് നല്ലേ. അതിന് പ്രോത്സാഹനം നൽകാതിരിക്കുക, എന്നോടെ കൂട്ടിച്ചേർക്കുക. അവസാന നിമിഷം ഈ കല്യാണം മുടക്കാൻ വല്ല വഴിയുണ്ടോ? എടാ, ആ പള്ളിയിലച്ഛനെ വരെ അവർ തോക്ക് കാട്ടിയാണോ നിർത്തിയേക്കുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പോഴാ കല്യാണം മുടക്കാൻ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നീ അയാളെ ഒന്ന് നോക്കിയേ. അയാളുടെ വളിച്ച ചിരി കണ്ടാ അറിഞ്ഞു ഏജയുടെ കറുത്ത കരങ്ങളാണ് അതിന്റെ പിന്നിലെന്ന്. ഞാൻ നോക്കി, അയാളുടെ പുറകെ ഞാനൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഏജെ ഫ്രണ്ടിലല്ലേ നിക്കണേ.
ഈ മണ്ടൻ. ഞാനൊന്നും പറഞ്ഞില്ല. ഈ കല്യാണം കാണും. Do you take Richard Benjamin, son of Benjamin, to be your lawful husband? യെസ്. Do you take Arlo Jasper, son of Paul DiMarco, to be your lawful husband? യെസ്. കണ്ടോ, അവന്റെ എസ്സിന് പോലും ഒരു പവറില്ല. ഞാൻ ചാച്ചനോട് അന്നേരെ പറഞ്ഞതാ. ഇവനെ കൊണ്ട് നീ ഇനിയും വാ തുറന്ന ഈ കല്യാണം നടക്കുന്നതിന് മുമ്പേ നിന്റെ അടിയന്തരാവസ്ഥ ഞാൻ പ്രഖ്യാപിക്കും. ആ യെസ്സിനൊരു പവർ പോരല്ലോടാ. അവൻ ഇവിടെ വന്ന് നിക്കണ തന്നെ വലിയ കാര്യം. അത് ശരിയാ, അവന്റെ അച്ഛനെ ഓർത്തിട്ട് മാത്രാണ്. May these rings be blessed as a symbol of love and faithful. Please place the ring on each other's finger and repeat me. I give you this ring as a sign of my love and commitment in the name of the Father and of the Son and of the Holy Spirit. இங்கங்கு ஊஞ்சலாக நான் போகிறேன், அங்கங்கு ஆசை தீர் நான் வேகிறேன். ஒன்றாக மோகனம் என் காதல் வாகனம் செந்தாமரை Richard, your turn. மழை என் ஆவினே தேவி. I give you this ring as a sign of my love and commitment, and I promise to stand by you always. காதல் தேசம் நீதான், ராஜராஜ சோழன் நான். எனையாளும் காதல் தேசம் நீதான், பூவே கா Now I officially pronounce you husband and husband. மண் மீது சொர்க்கம் வந்து பெண்ணாகானதே உல்லாச You may now kiss each other. ഹേയ്, അതൊന്നും വേണ്ട. എന്റെ മാരേജ് ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. സോ ചടങ്ങ് അതിന്റെ രീതി തന്നെ നടക്കട്ടെ. എടാ, അങ്ങോട്ട് കൊടുക്കുന്നേ. ലൈഫ് തന്നെ നിന്റെ കയ്യിലില്ല, പിന്നാണ് ഒരു കിസ്. ഒരു കിസ്സിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? എന്നാ ഒരു ഉമ്മ തരുവോ? മിക്കവാറും ഇങ്ങനെ കാലം ഞാനാകുമെന്നാ തോന്നണേ. அங்கங்கு ஆசை தீர் நான் வேகிறேன், ஒன்றாக மோகனம் என் காதல் வாகனம் செந்தாமரை செந்தேன் மழை என் ஆவினே தேவி, ராஜராஜ സോഴൻ நான். ഹാപ്പി ആയിരിക്കും മോനെ. ഇയാൾ എന്തീ പറയണേ? അവന്റെ മോന്ത കണ്ടറിഞ്ഞൂടെ അവൻ എത്രത്തോളം ഹാപ്പിയാണെന്ന്? ഹേയ് പപ്പ പേടിക്കണ്ട, അവൻ എന്റെ കൂടെ അല്ലേ വരുന്നേ. അതാ എന്റെ പേടി. ഒരു കുറവും ഞാൻ വരുത്തൂല. എടാ, എന്നാ ഞാൻ ഇറങ്ങുവാ. എന്തുണ്ടേലും വിളിക്കണം. ആരെ? ദൈവത്തെ, അല്ലാതെ ഞങ്ങളെന്ത് ചെയ്യാനാ? പേടിയുണ്ടോ? എന്തിനാ? അല്ല, എന്നെ പേടിക്കൊന്നും വേണ്ട. അതിനെനിക്ക് തന്നെ പേടിയൊന്നുമില്ല. എടാ, നീയും ഇന്നു തൊട്ട് എന്റെ മോൻ തന്നെയാ. എന്തു ബുദ്ധിമുട്ടുണ്ടേലും പറയണം. എന്റെ കൊച്ചുമോനെ നോക്കിക്കോണം. ഇനി അത് നിന്റെ ഉത്തരവാദിത്തമാ അല്ലേടാ? നീ എന്താ ഈ പന്തം കണ്ട പോലെ നിക്കണേ? ഹേയ്, ഒന്നുമില്ല മോനെ. എനിക്ക് നിന്നെ കാണുമ്പോ നല്ല വിഷമമുണ്ട്. ഞാനും നിസ്സഹായനാ. മതി നിന്റെ ഗുണദോഷം. ചെക്കൻ ക്ഷീണിച്ചു വന്നേല്ലേ, റൂമിലോട്ട് പോട്ടെ. എല്ലാരെയും പിന്നെ പരിചയപ്പെടാം. നിന്റെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ മോന്തേ വെച്ചോണ്ട് നിൽക്കാൻ? ചാച്ചനും മോനോട് കാണിക്കുന്നത് തിരിച്ചു പണി കിട്ടാതിരുന്നാ മതി. ഒന്ന് പോയടെ. എനിക്ക് നിന്നോടാ പറയാനുള്ള. ചാച്ചന്റെ ലൈഫ് ഒക്കെ കഴിയാറായതാ. നിനക്കാ ഇനിയും ജീവിക്കാനുള്ള. അതുകൊണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ ഓരോ തീരുമാനം എടുത്തിട്ട് പിന്നെ അവസാനം കരയരുത്. അപ്പനൊന്ന് പോയേ, ഞാൻ കരയാനും. എടാ, ഏതു കൊമ്പനെ മുട്ടുകുത്തിക്കാൻ ഒരു നരിയായാലും മതി. എന്നാ അപ്പ
ഈ കൊമ്പനെ മുട്ടുകുത്തിക്കാനായി ഇതുവരെ ഒരു നരിയും ഭൂമി ജന്മെടുത്തിട്ടില്ല. അഥവാ വന്ന അവനെ എങ്ങനെ ഉടലോടെ മുകളിലേക്ക് അയക്കണമെന്ന് എനിക്കറിയാം. ഇവൻ നന്നാവൂല. എന്തിനാ ഡോർ അടയ്ക്കുന്നേ? അത് പിന്നെ ഇപ്പൊ നമ്മൾ ദാമ്പത്തിക ജീവിതത്തിലേക്ക് കടന്നിരിക്കുവാണല്ലോ. പോരാത്തതിന് നൈറ്റ് ആയില്ലെങ്കിലും ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കൂടെയാണല്ലോ. ദേ എന്റെ അടുത്ത് വന്നേക്കരുത്. വന്നാ നീ എന്നെ പിടിച്ച് വിഴുങ്ങോ കൂട്ടാ? എന്നാ എനിക്ക് കൊതിയായി. ദേ കളിക്കല്ലേ. കളി തുടങ്ങിയല്ലോ, തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. ദേ വേണ്ട, ഐ വിൽ കിൽ യു. കില്ലു എന്നല്ലേ പറഞ്ഞേ? അതെ, ഇന്ന് ചോരപ്പുഴ ഒഴുകുമെന്നാ തോന്നണേ. ഇങ്ങോട്ട് വാ പൊന്നെ, ചേട്ടനൊന്ന് കാണട്ടെ. അയ്യേ, ഏത് ചേട്ടൻ? അനക്കൊന്നുമില്ലല്ലോ. ഡാ അമ്മീ, വൃത്തികെട്ടവന്മാര് ഒളിഞ്ഞു നോക്കണം. അത് പിന്നെ ചാച്ച പൂച്ച നാണമില്ലേടാ. ഇവന് പണ്ടേ തലയിൽ ഓട്ടയാണെന്ന് എനിക്കറിയാം. നിന്റെ കാര്യമോ? സ്വന്തം മോന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നു, അതും കല്യാണ രാത്രി. കുടുംബത്തിന് പേര് കളയാനായിട്ട്. ചാച്ചാ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. അവര് പോയി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇങ്ങനെ ഞെട്ടി നോക്കണ്ട. സൂക്ഷിച്ചും കണ്ടു നിന്നല്ലേ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ലെന്ന് അവര് കണ്ടുപിടിക്കും. അത് സത്യല്ലേ? അല്ല, അവരുടെ മുന്നിൽ നീ അഭിനയിച്ചേ പറ്റൂ. നിനക്കിനി നീ ആയിരിക്കാൻ ഈ റൂമിനുള്ളിൽ വന്നതിന് ശേഷം. ഇല്ലേ? ഇല്ലേ? ഇരു ചെവി അറിയാതെ നിന്നെ ഞാൻ കായലിൽ താഴ്ത്തും. ജോ, തന്റെ നിർബന്ധപ്രകാരം ഞാൻ തന്നെ കെട്ടിയത്, അല്ലാതെ എനിക്ക് കെട്ടാൻ മുട്ടി നിന്നിട്ടൊന്നും അല്ലല്ലോ. അതെ, നിന്നെ ഞാൻ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു. അതെനിക്ക് നിന്നോട് ദിവ്യപ്രേമം ഉണ്ടായിട്ടൊന്നും അല്ല. അങ്ങനെ നീ തെറ്റിദ്ധരിക്കുകയും വേണ്ട. നിന്നെ വരസ വരെ നിർത്താൻ പറ്റുമെന്നൊന്ന് ഞാൻ നോക്കട്ടെ. ആദ്യം ഞാൻ നിന്നെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ നോക്കി. അതിന് മുന്നോടിയായി നീ എന്നോട് മാപ്പ് പറഞ്ഞു. അപ്പോഴാ ഞാൻ ആലോചിച്ചേ, പ്രശ്നം നമ്മൾ തമ്മിലല്ലേ. അതിനെന്തിനാ നിന്റെ അച്ഛനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നേ? അയാളൊരു പാവം എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങി, അതയാള് തിരികെ തരികയും ചെയ്തു. പിന്നെന്തിനാ വെറുതെ? നിന്നെ തന്നെ കിട്ടാൻ വേണ്ടിയാ കുറച്ച് റിസ്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചേ. അതാ ഞാൻ നിന്നെ അങ്ങ് കെട്ടി. എനിക്ക് ജീവിതത്തിൽ അഡ്വഞ്ചറസ് ഒക്കെ ഒരുപാട് ഇഷ്ടം. ഓ, എന്നെ കെട്ടുന്നത് അഡ്വഞ്ചറസ് ആണല്ലേ? പിന്നല്ലയോ? മുയൽക്കുട്ടിയുടെ കൂട്ടാൻ നിന്നെ കാണാനെങ്കിലും കയ്യിലിരിപ്പ് ചെന്നായടെ. ഡോ ദേ ഡോ ഇയാളെന്നൊക്കെ അങ്ങ് പള്ളിയിൽ പോയി വിളിച്ചാ മതി. ഇന്നു മുതൽ ഞാൻ നിന്റെ ഹസ്ബൻഡ്. സോ റെസ്പെക്ട് മീ. അതെനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ? എത്ര വേണേലും ആലോചിച്ചു. പക്ഷേ ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മയിലുണ്ടേ കൊള്ളാം. നീ കാണിക്കുന്നതിനെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. അത് ഏത് വിധത്തിലാണെന്നൊന്നും ചോദിക്കരുത്. അതർവൈസ് യു ഷുഡ് ഡെഫിനറ്റ്ലി റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ്. ബിക്കോസ് ഇതെന്റെ സാമ്രാജ്യമാ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബി കോൺഷ്യസ്. പിന്നെ നിന്റെ പഠിത്ത കാര്യത്തിലൊന്നും ഞാൻ തലയിടില്ല. സൗകര്യവും ഞാൻ ചെയ്തു തരാം. ആസ് എൻ ഹസ്ബൻഡ് അതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ പറഞ്ഞതെല്ലാം എന്റെ കുട്ടിക്ക് മനസ്സിലായോ? എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ഒരു ചെറിയ റിസപ്ഷൻ പാർട്ടി വെച്ചിട്ടുണ്ട്. എന്റെ ബിസിനസ് കൊളീഗ്സ്, ഫ്രണ്ട്സ് ഒക്കെ വരുന്ന ഒരു ചെറിയ പാർട്ടി. നിനക്കുള്ള ഡ്രസ്സ് ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് ഒരുങ്ങി നിൽക്ക്. എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. സോ ബൈ. കാലമാടൻ. എന്താടാ? അല്ല, നിന്നെ വിളിക്കാൻ വന്നേ. അതിന് ഡോറ് ഒളിഞ്ഞു നോക്കണം. അതിനിപ്പോ എന്താ? നാണില്ലേ? പഴയ പോലൊന്നും അല്ല. നൗ ഐ എം മാരീഡ്. സോ വാട്ട്? അതിന്റെ അകത്തൊന്നും നടക്കാൻ പോണില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് നീ കൂടുതൽ അഭിനയിക്കണ്ട. ഓ അല്ല, നിന്റെ ഉദ്ദേശം എന്താ? എന്ത്? എടാ, നീ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാനൊന്നും മിണ്ടിയില്ല, തടഞ്ഞുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാലും നീ ഒന്നും കേൾക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അറിയാലോ. എന്നാവാ? എടാ നിക്കേ, അവനോട് പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സത്യമല്ലെന്ന്? നീ അവനെ റിവെഞ്ചിന് വേണ്ടി, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം കെട്ടിയതാണോ? അല്ലാതെ എന്ത്? അങ്ങനെയാണെങ്കിൽ നീ എത്ര കല്യാണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു? എടാ, അതവൻ കുട്ടിയാണെന്നായിരിക്കും. അതെ, അത് ശരിയാ. കുട്ടികളെ കല്യാണം കഴിച്ച് മര്യാദ പഠിപ്പിക്കുന്നത് നല്ലൊരു ഇതാണ്. സത്യം പറയടാ, റിവെഞ്ചിന്റെ പേര് അവനെ ഇവിടെ പിടിച്ചു നിർത്തി നിനക്കൊന്നും കണ്ടോണ്ടിരിക്കാനല്ലേ? ഒന്ന് പോയടാ, നീ വരാൻ നോക്ക്. ആർലോ, നീ എന്തു തന്നെയാണ് മനസ്സിൽ കരുതുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അവൻ നിന്റെ പാർട്ട്ണറാണ്. അവനെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഇന്നത്തെ പാർട്ടിയിൽ എത്ര പേരുടെ കമന്റ്സ് ഉണ്ടാകുമെന്നൊന്നും അറിഞ്ഞൂടാ. അല്ലേലും എല്ലാരും ഞെട്ടിയിരിക്കുക നിന്റെ കല്യാണക്കാര്യം അറിഞ്ഞ്.
നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, ഇനി വരാൻ നോക്ക്. ഇവ നന്നാവൂല. ഒന്ന് നിന്നെ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു നിൽക്കേണ്ട. ഒരു സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കിനും കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എന്റെ കുറ്റമല്ല. അത് നിന്റെ കുറ്റം തന്നെയാ. നീ ഇടയ്ക്ക് വന്നിട്ടാ എനിക്കും ആരിലേക്ക് ഒന്നിക്കാൻ പറ്റാഞ്ഞെ. അപ്പൊ ഇത്രയും നാളെ ഒന്നാകാൻ ശ്രമിക്കാതെ ചേച്ചി എന്ത് ചെയ്യായിരുന്നു? അത് നീ ഇപ്പൊ വന്നോണ്ടല്ലേ. അതെന്താ ചേച്ചി ഇത്ര നാളും പുകയായിരുന്നു? ഇവൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ആറ്റം ബോംബാണല്ലോ. ഉരുളയ്ക്ക് ഉപ്പേരി പോലല്ലേ ചക്കൻ മറുപടി പറയണേ. ഡാ, നീ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. അതിന് താനേതാ? ഞാൻ ജോയ് പോളങ്കിളല്ലേ, ആർലോഡ് അച്ഛൻ. ആ പോളങ്കിളിലെ അനിയനാണ് ഞാൻ, ജോയ് ഡി മാർക്കോ. ഇതെന്റെ ഭാര്യ മരിയ ജോയ്. ഇത് ഇവക്കടെ പെങ്ങടെ മോളാ, സ്റ്റെഫി സേവ്യർ. ഇവക്കടെ പപ്പയും മമ്മയും ഇംഗ്ലണ്ടിലാ. ഓ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. വഴിമാറിയിരുന്നേ എനിക്കങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ മോനെ. നിക്കടാ, അങ്കിൾ ഇതെന്തു ഭാവിച്ച? അവൻ വന്നു കയറിയില്ല, അതിനുമുമ്പ് അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സീരിയൽ കാണിക്കുന്ന ഉടായ്പും പോരുമായിട്ട് എന്റെ അടുത്ത് വന്നോണ്ടല്ലോ, മക്കളൊന്നും നേരെ നടക്കൂല. എന്തിനാ വെറുതെ ഒരു അംഗം വിട്ട്? സന്തോഷത്തോടെ അങ്ങ് പോകുന്നതല്ലേ നല്ലത്. എന്നാ ഞാൻ പോട്ടെ ചേച്ചി. അത് പൊളിച്ച്. ആർലോയ്ക്ക് പറ്റിയ കെട്ടിയോൻ അല്ലേ അപ്പ? അതെ. എന്തോന്നതെ? ഡി, നീ ഇങ്ങനെ തിളച്ചിട്ടൊന്നും ഒരു കാര്യം. ആർലോയ്ക്ക് നിന്നോട് തേങ്ങയും ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നാനും പോകുന്നില്ല. ഒരു തവണ ഇത് പറഞ്ഞ് അവന്റെ അടുത്ത് ചെന്നപ്പോ അവന്റെ കൈയുടെ ചൂട് അറിഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഈ വഴക്കടി? ചേട്ടനൊന്ന് പോയെ, എന്റെ വിഷമം എനിക്ക് അറിയും. പാവൻ ചിക്കൻ, അവൻ ഒരു സമാധാന സ്നേഹിയായിരുന്നു. അങ്കിളൊന്ന് നിർത്തിക്കേ. ഇവിടെ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ അങ്കിളിന്റെ ഒരു കോണവും പറയാതെ. ഷേ, മോശം, വളരെ മോശം. എന്തോന്നാ അത്? എന്റെ കർത്താവ്, ഈ ബാഡ് പീപ്പിൾസിന്റെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും കാലവും ജീവിച്ചത്. അത്രയ്ക്ക് ബാഡ് വേണമാണോ അത്? പിന്നല്ലയോ, നിനക്ക് വല്ല ഷഡീന്ന് പറഞ്ഞ പോലെ. ഈ മനുഷ്യൻ. ഞാൻ പോണു. വൈകുന്നേരത്തെ പരിപാടിക്ക് ചെന്ന് റെഡിയാകാൻ നോക്കല്ലേ, അല്ലെ അത് മതി. ഇനി ഞാനൊന്നും റെഡിയാകൂല. മോളെ, വരുന്ന കൂട്ടത്തിൽ നല്ല ചെക്കന്മാരുണ്ട്, നമുക്കൊന്ന് നോക്കാം. അങ്കിളൊന്ന് പോയി. വേണ്ടേ വേണ്ട, എനിക്കൂടെ ഒന്ന് നോക്കാമായിരുന്നു. അല്ലേ വേണ്ട, അവള് ചിലപ്പോ ചെലവയ്ക്കടിക്കും. ഹലോ റിച്ചാർഡ്. ഹായ്, ഞാൻ വിക്ടർ, ആളോടെ കസിന. ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയാട്ടോ, ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഒരു മടിയും വിചാരിക്കണ്ട. ഓ, താങ്ക് യു. താൻ കരുതുന്ന പോലെ അവനത്ര മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല. കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ഫോഴ്സ് മാരേജ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഹേയ്, എനിക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ എന്റെ അപ്പൻ ഒറ്റയ്ക്കാ, അതിന്റെ ഒരു അല്ല, തന്റെ കോളേജ് കാര്യമൊക്കെ എന്തായി? അത് ഞാൻ ഇവിടുത്തെ സെലോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജോയിൻ ആക്കി. അവിടെയാ ഞാനും വർക്ക് ചെയ്യുന്നേ. ശരിക്കും? അതെ, ഞാൻ ഇവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. ഓ, അടിപൊളി. റിച്ചാർഡ്, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയെ? എന്ത് പറയാ? വരുമ്പോ ഒരുങ്ങി നിക്കണോന്ന് പറഞ്ഞായിരുന്നോ? എന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ? റൂമിൽ പോ. അത് ഞാൻ റൂമിൽ പോ. എന്തിനാടാ അവനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ചിലപ്പോ ഷൗട്ട് ചെയ്യും, ചിലപ്പോ തല്ലീന്നും ഇരിക്കും. അത് ചോദിക്കാൻ വേറെ ആരും വരണ്ട. എടാ, നിനക്കിപ്പോ എന്താ പറ്റിയ? ഞാനോട് സംസാരിച്ചതേ ഉള്ളൂ. അവനെന്റെ അനിയനെ പോലല്ലേടാ. അതിനനിയനോട് അധികം നേരം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 24 മണിക്കൂറും ഈ സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കുറയ്ക്കാം. ഇവൻ കൂടി എന്തോവാ. ഇങ്ങനെ പോയാ ചെക്കൻ കുറെ കഷ്ടപ്പെടും. ഇനി എന്തൊക്കെ കാണണം എന്റെ കർത്താവേ. താനെന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? നിന്നോട് ഞാൻ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എല്ലാവരോടും കൂടുതൽ ക്ലോസ് ആവാൻ നിൽക്കണ്ട. അതനുസരിക്കാൻ വയ്യേ. നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയൊരു വീടെടുത്ത് മാറേണ്ടി വരും. തനിക്ക് ഭ്രാന്താണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആളോട് സംസാരിക്കണ്ട. തന്റെ തിരുമോന്തം കണ്ടുകൊണ്ട് തന്നോട് മാത്രം വർത്താനം പറഞ്ഞാൽ മതിയോ? എനിക്ക് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടേ? നിന്റെ സോഷ്യലും ബയോളജിയൊക്കെ ഞാൻ മാത്രം മതി. ഇതിനെപ്പറ്റി കൂടുതൽ ഇനിയൊരു വിവരണം നീ പോയി ചെന്ന് ഒരുങ്ങാൻ നോക്ക്. താനിത് എന്ത് ഭാവിച്ച? മിസ്സസ് ആർലോ, നീ എന്തായിരുന്നു ടീക്കോനോട് പറഞ്ഞ്? എന്റെ പേര് കേൾക്കുന്നത് തന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് അല്ലേ? ഇനി ഒരു ദിവസം തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ എന്റെ ഈ മുഖം കണ്ടുകൊണ്ടായിരിക്കും. എന്റെ റിച്ച്മോൻ ഹാപ്പി അല്ലേ?